ഹായ് ഫ്രണ്ട്സ്, ഫുഡ്സ് ആൻഡ് ബ്ലോഗ്സ് ഫോർ യു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈസിയായ ഒരു പനീർ ബട്ടർ മസാല എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർക്കുക. ഇതിലേക്ക് ഒരു വലിയ സവാള തന്നെ എടുക്കുക. അത് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും കൂടെ ചേർക്കുക. ചേർത്ത് നന്നായി വഴറ്റുക. ഒരു ഗോൾഡൻ നിറമാക്കുന്നത് വഴറ്റണം. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് വഴറ്റുക. അത് അതിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സമയം വഴറ്റുന്നത്. അതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്ത് വലിയ പീസാക്കി തന്നെ അരിയുക. അതും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് നന്നായി വഴറ്റുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. നന്നായിട്ട് വാടി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസായ മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് 2 ടീസ്പൂൺ വരെ ആകാം മുളക് പൊടി. അതുകൂടെ ചേർത്ത് 2-3 മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് കസൂരി മേത്തിയാണ്. അത് 1 ടീസ്പൂൺ എടുക്കുക. കയ്യിൽ വെച്ച് നന്നായി പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യുക. അതും കൂടി നന്നായി ചേർത്ത് എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അതിനുശേഷം നന്നായി തണുക്കാൻ അനുവദിക്കുക. തണുത്ത ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതേ സെയിം കടായി തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് നേരത്തെ നമ്മൾ ആഡ് ചെയ്തതുപോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഓരോന്ന് വീതമിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ സവാള എല്ലാം തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അതിനെ ഒന്നുകൂടെ നന്നായിട്ട് ഈ ബട്ടറിൽ തന്നെ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ ചെറിയ പച്ചച്ചുവ കാണും. അത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഒരു ഗ്ലാസ് 1.5 ഗ്ലാസ് നമുക്ക് എത്ര വേണോ അത്രയും ഇതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് പനീറാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതിനെ ഒരു 2-3 മിനിറ്റ് ഇതിൽ നന്നായിട്ട് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഫ്രഷ് ക്രീം ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതുകൂടെ ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കശുവണ്ടി വേണമെങ്കിൽ നമുക്ക് കുതിർത്ത് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാവുന്നതാണ്. അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ ചേർക്കാന്നുള്ളവർക്ക് ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കൂടെ കസൂരി മേത്തി ഇതിൽ കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക, ഇളക്കി യോജിപ്പിക്കുക. അവസാനമായിട്ട് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ഇതിൽ ചേർക്കണം. എങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആയിട്ട് വരത്തുള്ളൂ. അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ വേണമെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് അലങ്കരിക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാല